അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിന് വരുന്ന അടിസ്ഥാന ശാസ്ത്രത്തിലെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം 1. സീന് ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്തി. പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ ശാസ്ത്ര പുസ്തകത്തിൽ ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായുള്ള വസ്തുക്കളെ തരംതിരിച്ച് ഊഹം രേഖപ്പെടുത്തി. പരീക്ഷണം നടത്തിയപ്പോൾ ഊഹങ്ങളിൽ പലതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. സീനയുടെ ഊഹം താഴെ കൊടുത്തിരിക്കുന്നു. അല്ലെ, ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ. അപ്പോൾ ഇവയിൽ തെറ്റായി രേഖപ്പെടുത്തിയത് തിരുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോപ്പ് പൊടി. ജലത്തിൽ ലയിക്കാത്തവ തേയില, മുളക് പൊടി, മണൽ, ഇരുമ്പ് പൊടി. ഇനി ഇതിൽ ബി ചോദ്യമുണ്ട്. സോഡാ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ. ജലത്തിൽ പഞ്ചസാര ലയിപ്പിച്ചാൽ അതിലെ ലീനം, ലായനി, ലായകം ഇവ ഏതെല്ലാമായിരിക്കും? ലീനം വാട്ടറാണ്. ലായനി എന്താണ്? പഞ്ചസാര വെള്ളമാണ്. ലായകം ഏതാണ്? പഞ്ചസാരയാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2. ശുദ്ധമായ ജല ഉപയോഗത്തിൻ്റെ ഒരു ദിവസത്തെ അളവ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത് ചുവടെ കൊടുത്തിട്ടുണ്ട്. കുടിക്കാൻ 22.5 3.5 ലിറ്ററിലാണ്. അതുപോലെ ഭക്ഷണം പാകം ചെയ്യാൻ, കുളിക്കാൻ, വസ്ത്രം കഴുകാൻ, മൃഗങ്ങളെ കുളിപ്പിക്കാൻ, വാഹനങ്ങൾ കഴുകാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം ലിറ്ററിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നമുക്കുള്ള ചോദ്യം? പട്ടിക വിശകലനം ചെയ്ത് ശുദ്ധജലം പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ, മൃഗങ്ങളെ കുളിപ്പിക്കാൻ, വാഹനം കഴുകാൻ, അതൊക്കെയാണ്. മനുഷ്യരുടെ രക്തത്തിൽ ജലത്തിൻ്റെ ശതമാനം എത്ര ശതമാനമാണ്? 50 മുതൽ 54% വരെയാണ്. ഇനി സി. നിങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികളെ ശുദ്ധജലം പാഴാക്കുന്നതിനെതിരെ ബോധവൽക്കരണത്തിനായി പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രം വരച്ചിട്ട് സേവ് വാട്ടർ, വെള്ളം സംരക്ഷിക്കുക എന്നൊക്കെ കോട്ട് കൊടുത്തിട്ട് കളറൊക്കെ കൊടുത്ത് നന്നായിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. പ്രവർത്തനം 3. സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും. വിത്ത് വിതരണത്തിനായി സസ്യങ്ങൾ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അല്ലേ, ഇനി തന്നിരിക്കുന്നവയിൽ നിന്ന് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നവ കണ്ടെത്തുക. തേങ്ങ, പേരക്ക, വെണ്ടക്ക. ഏതാണ്? ബി ആണ്, പേരക്കയാണ് ആൻസർ. ഇനി ബി. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് വിതരണത്തിൻ്റെ തന്നിട്ടുണ്ട്. കാറ്റ്, എ എവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം പൊട്ടിത്തെറിച്ചുണ്ടാകുന്നത്, ഇത് നമുക്ക് നോക്കാം. എ എന്താണ്? ജന്തുക്കൾ വഴിയാണ്. കാറ്റ്, ജന്തുക്കൾ വഴി, വെള്ളം പൊട്ടിത്തെറിച്ച്. ഇനി കാറ്റ് വഴി അപ്പൂപ്പൻ താടി. ബി മുരിങ്ങക്കായ. ജന്തുക്കൾ വഴി മാങ്ങ, ഞാവൽപ്പഴം. വെള്ളം തേങ്ങ. പൊട്ടിത്തെറിച്ച് പഞ്ഞി, വെണ്ട. പ്രവർത്തനം 4. പയർ, മാങ്ങ, തെങ്ങ്, മുള തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകളുടെയും വേരുകളുടെയും ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അല്ലെ, പയർ തന്നിട്ടുണ്ട്, മാവ്, തെങ്ങ്, മുള. അല്ലെ, ലീഫ്, ഇലകളും വേരുകളും ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. എ ചോദിച്ചിട്ടുണ്ട്, ചിത്രം നിരീക്ഷിച്ച് ഒരേ ശിലാവിന്യാസമുള്ള 2 സസ്യങ്ങളെ കണ്ടെത്തി എഴുതുക. പയർ, മാവ്, തെങ്ങ്, മുള. ഇനി ഓരോ സസ്യത്തിൻ്റെയും ശിലാവിന്യാസത്തിൻ്റെയും വേരുപടലങ്ങളുടെയും പേരുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പയർ ശിലാവിന്യാസം ജാലികാ ശിലാവിന്യാസമാണ്. വേരുപടലം താഴ്വേരുപടലമാണ്. മാവ് ജാലികാ ശിലാവിന്യാസം, താഴ്വേരുപടലം. തെങ്ങ് സമാന്തര ശിലാവിന്യാസം, നാരുവേര് പടലമാണ്. മുള സമാന്തര ശിലാവിന്യാസം, വേരുപടലമാണ്. അപ്പോൾ ശിലാവിന്യാസവും വേരുപടലവും സസ്യത്തിനനുസരിച്ച് മനസ്സിലാക്കി പഠിച്ചു വെച്ച് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. താഴെ തന്നിരിക്കുന്ന നക്ഷത്രഗണത്തിൻ്റെ ചിത്രങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ. ചിത്രങ്ങളിലെ നക്ഷത്രക്കൂട്ടങ്ങളുടെ പേരുകൾ എഴുതുക. ഏതൊക്കെയാണ്? ചിത്രം 1 വേട്ടക്കാരനാണ്. ചിത്രം 2 സപ്തർഷികളാണ്. ഇനി ചിത്രം 1 നക്ഷത്ര സമൂഹം ഏതു മാസത്തിലാണ് ആകാശത്ത് കാണാൻ കഴിയുക? ഡിസംബർ മാസത്തിലാണ്. ചിത്രം 2 എത്ര നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും? അല്ല, 2 എടുത്ത് നോക്കിയാൽ 1 2 3 4 5 6 7 7 സ്റ്റാറുകളാണ്, 7 നക്ഷത്രങ്ങളാണ്. ഡി. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് എഴുതുക. കെ സ്റ്റാർ, സ്റ്റെലേറിയം. അല്ലേ, നമ്മൾ 2 പഠിച്ചതാണ്, കെ സ്റ്റാർ, സ്റ്റെലേറിയം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. നക്ഷത്ര ഗണങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിത്രങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് എക്സാം എഴുതാൻ പോവുക.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ചന്ദ്രയാൻ പോലെ നിരവധി ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ എ ശരിയായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദൗത്യം എ ഏതാണ്? മംഗൾയാനാണ്. ബി സൗര പര്യവേഷണമാണ്. ഇനി ബി ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ബഹിരാകാശ പര്യവേഷണശാലകളാണ് ബഹിരാകാശ നിലയങ്ങൾ. ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? വായുവില്ല, വെള്ളമില്ല, ഗുരുത്വാകർഷണം ഇല്ല. സി ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ് എന്നത് ചന്ദ്രൻ്റെ പ്രത്യേകതയാണ്. മറ്റ് 2 പ്രത്യേകതകൾ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജലസാന്നിധ്യമുണ്ട്, ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. കൃത്രിമ ഉപഗ്രഹവും പ്രധാന ഉപഗ്രഹവുമാണ് ഇൻസാറ്റ്. പിന്നെ എ ബി അവിടെ സി ചോദിച്ചിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര പഠനവും GSAT 7 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് പൂർത്തിയാക്കണം. ഇൻസാറ്റ് പ്രധാന ഉപയോഗം വാർത്താവിനിമയത്തിനാണ്. പിന്നെ ജ്യോതിശാസ്ത്ര പഠനം നടത്തുന്നത് ആസ്ട്രോസ്റ്റാറ്റ് ആണ്. GSAT 7 പ്രധാന ഉപയോഗം പ്രതിരോധമാണ്. ഇനി ഇതിൽ ബി ചോദ്യമുണ്ട്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. IRNSS ആണ്. സി റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ആ ബോക്സ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. ഇനി പ്രവർത്തനം 8. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. എ ചിത്രത്തിൽ A, B എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുതുക. എ ബീജമൂലമാണ്, ബി ബീജപത്രമാണ്. അപ്പോൾ അതവിടെ അടയാളപ്പെടുത്തി. എ എന്നുള്ളിടത്ത് ബീജമൂലം, ബി എന്നുള്ളിടത്ത് ബീജപത്രം. ഇനി ഇതിൽ ഓരോ ഭാഗത്തിലും സംഭവിക്കുന്ന മാറ്റം എന്താണ്? ബീജമൂലം വേരുപടലമാകുന്നു, ബീജപത്രം പ്രാഥമിക ഇലകൾ ആകുന്നു അല്ലേ. ബീജമൂലത്തിന് വരുന്ന മാറ്റം വേരുപടലമായി മാറും, ബീജപത്രം പ്രാഥമിക ഇലകൾ വന്നു തുടങ്ങും അല്ലേ. ഇനി സി എന്താണ്? നടീൽ വസ്തുക്കളെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന സസ്യങ്ങളെ തരംതിരിക്കുക. നെല്ല്, മരച്ചീനി, ഇലമുളച്ചി, ശീമപ്ലാവ്, പയർ, മുല്ല, കറിവേപ്പ്, നിലപ്പന. അപ്പോൾ ഇത് എങ്ങനെയാണ് നടുന്നത്? അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ സസ്യങ്ങളെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തിട്ടുണ്ടാകുന്നത് ഏതൊക്കെയാണ്? നെല്ല്, പയർ, നിലപ്പന. വേര് കുഴിച്ചിട്ടുണ്ടാവുന്നത് കറിവേപ്പ്, ശീമപ്ലാവ്. ഇല കുഴിച്ചിട്ടുണ്ടാവുന്നത് ഇലമുളച്ചി. കാണ്ഡം അതായത് തണ്ട് അല്ലേ, മരച്ചീനി, മുല്ല. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. ഈ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.